നമസ്കാരം. ബീഹാർ രാഷ്ട്രീയത്തിൽ തന്റെ കൗശലം ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് 10ാം തവണയും മുഖ്യമന്ത്രി പദവിയിലേക്ക് നിതീഷ് കുമാർ എത്തിയിരിക്കുന്നു. ഈ അടുത്തു നടന്ന രാഷ്ട്രീയ നീക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന അദ്ദേഹത്തിന്റെ വിശേഷണം എത്രത്തോളം അനർത്ഥമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. നിയമസഭയിൽ കേവലം ഏതാനും സീറ്റുകൾ മാത്രമുള്ള ഒരു പ്രാദേശിക കക്ഷിയുടെ, അതായത് JDUവിന്റെ നേതാവായിരിക്കെ പോലും ഭരണത്തിന്റെ താക്കോൽ സ്ഥാനം സ്വന്തമാക്കാനും തന്റെ രാഷ്ട്രീയ പ്രസക്തിയെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കാതെ നിലനിർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഒന്നായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. കൂട്ടുകക്ഷി ഭരണത്തിന്റെ സങ്കീർണമായ കളികളിൽ അധികാര കേന്ദ്രം തന്റെ കൈകളിൽ നിന്ന് വിട്ടുപോകാതെ കാത്തു സൂക്ഷിക്കുന്നതിലെ അദ്ദേഹത്തിന്റെ അസാധാരണമായ വൈഭവമാണ് അദ്ദേഹത്തെ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാക്കി മാറ്റുന്നത്. അതാണ് പറഞ്ഞത് അദ്ദേഹം ഒരു ചാണക്യനാണെന്ന്. 1951 പാട്ന ജില്ലയിലെ ബക്തിയാർപൂരിൽ ജനിച്ച നിതീഷ് കുമാർ വിദ്യാഭ്യാസം കൊണ്ട് ഒരു എഞ്ചിനീയർ ആണ്. 1970കളിൽ ജയപ്രകാശ് നാരായണന്റെ, അതായത് JP-യുടെ നേതൃത്വത്തിൽ നടന്ന സമ്പൂർണ്ണ വിപ്ലവ പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭ കാലഘട്ടത്തിൽ ലാലു പ്രസാദ് യാദവ്, രാം വിലാസ് പസ്വാൻ തുടങ്ങിയവരുമായി അദ്ദേഹം രാഷ്ട്രീയ സൗഹൃദങ്ങൾ സ്ഥാപിച്ചു. 1985 ബീഹാർ നിയമസഭയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പിന്നീട് ജനതാദളിലെ പിളർപ്പിനെ തുടർന്ന് 90കളിൽ സമതാ പാർട്ടിക്കും തുടർന്ന് ജനതാദൾ അഥവാ JDUവിനും രൂപം നൽകി. വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. റെയിൽവേ റിസർവേഷനുകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിലും പുതിയ ട്രെയിനുകൾക്ക് തുടക്കമിടുന്നതിലും അദ്ദേഹം കാര്യക്ഷമത കാണിച്ചിട്ടുണ്ട്. കേന്ദ്ര കൃഷി മന്ത്രി, ഉപരിതല ഗതാഗത മന്ത്രി എന്നീ സ്ഥാനങ്ങളിലും അദ്ദേഹം വഹിച്ചു. കേന്ദ്രത്തിലെ ഈ ഭരണപരിചയം ബീഹാറിന്റെ മുഖ്യമന്ത്രി പദവിയിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനും സഹായിച്ചിട്ടുണ്ട്. 2005 ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ നിതീഷ് കുമാറിന്റെ ഭരണകാലം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു എന്ന് പറയാതെ വയ്യ. തന്റെ ആദ്യ മൂഴം തന്നെ നീതിക്കൊപ്പം വികസനം എന്ന മുദ്രാവാക്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. തകർന്നടിഞ്ഞ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം കർശന നടപടികളാണ് സ്വീകരിച്ചത്. അതിവേഗ കോടതികൾ, ഫാസ്റ്റ് ട്രാക്ക് കോർട്സ് സ്ഥാപിച്ച് കുറ്റവാളികൾക്ക് അതിവേഗം ശിക്ഷ ഉറപ്പാക്കിയത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിട്ടാണ് രേഖപ്പെടുത്തിയത്. വിദ്യാഭ്യാസം, റോഡ് നിർമ്മാണം, വൈദ്യുതിവൽക്കരണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹം പെൺകുട്ടികൾക്ക് സൈക്കിളുകൾ നൽകിയുള്ള പദ്ധതി പോലുള്ള വിപ്ലവകരമായ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കിയത്. ഈ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന് സുശാസൻ ബാബു, നല്ല ഭരണകർത്താവ് എന്നൊരു വിളിപ്പേര് നേടിക്കൊടുത്തിരിക്കുന്നത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത മുഖ്യമന്ത്രി പദവി നിലനിർത്താൻ അദ്ദേഹം സ്വീകരിക്കുന്ന സഖ്യമാറ്റങ്ങൾ തന്നെയാണ്. അതായത് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം BJPയുമായും RJD, കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുമായിട്ടും കൈകോർക്കുകയും വേർപിരിയുകയും ചെയ്തിട്ടുണ്ട്. 2013 നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചും 2017 22 രാഷ്ട്രീയ സൗകര്യങ്ങൾക്കനുസരിച്ചും അദ്ദേഹം സഖ്യങ്ങൾ മാറി. ഈ ചാഞ്ചല്യം അദ്ദേഹത്തിന് വിമർശനങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട് എങ്കിലും ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ ഒരു അനിവാര്യ ശക്തിയായി നിലകൊള്ളാൻ ഈ തന്ത്രങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തന്റെ പാർട്ടിയുടെ ശക്തി കുറവാണെങ്കിൽ പോലും ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ ഒരു കിങ് മേക്കർ എന്നതിലുപരി കിങ് ആയി നിലനിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായ കളികളിൽ ഒന്നിന്റെ സജീവ സാന്നിധ്യമാണ് നിതീഷ് കുമാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ബീഹാറിന്റെ വികസനത്തിൽ ശ്രദ്ധയൂന്നിയ ഭരണാധികാരി എന്ന നിലയിലും തന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ വിജയിച്ച തന്ത്രജ്ഞൻ എന്ന നിലയിലും നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഏടായി ഇന്നും നിലനിൽക്കുമെന്നതിലും യാതൊരുവിധ സംശയവുമില്ല. നിതീഷ് കുമാറിന്റെ ഭരണകാലത്തെ പ്രധാന വികസന പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. അതായത് അദ്ദേഹം വലിയ വികസന നായകൻ തന്നെയാണ്. ബീഹാർ രാഷ്ട്രീയത്തിൽ തന്റെ 10ാമത്തെ മുഖ്യമന്ത്രി പദവിയിലേക്ക് നിതീഷ് കുമാർ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് സംസാരിക്കേണ്ട വിഷയവുമാണ്. സുശാസൻ ബാബു എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് കേവലം ഒരു രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് അടിസ്ഥാന വികസനത്തിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന്റെ ഫലം കൂടിയാണ്. 2005 അധികാരമേറ്റതിനു ശേഷം നീതിക്കൊപ്പം വികസനം എന്ന മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികൾ ബീഹാറിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നിതീഷ് കുമാർ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ക്രമസമാധാന നില മെച്ചപ്പെടുത്തുന്നതിൽ തന്നെയാണ്. മുൻ ഭരണകാലത്ത് തകർന്നടിഞ്ഞ നിയമവ്യവസ്ഥയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അതിവേഗ കോടതികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ഫാസ്റ്റ് ട്രാക്ക് കോർട്സ് സ്ഥാപിച്ച് കുറ്റവാളികൾക്ക് അതിവേഗം ശിക്ഷ ഉറപ്പാക്കുന്നതിൽ നിതീഷ് കുമാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നൂറുകണക്കിന് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ട ഈ നടപടി സംസ്ഥാനത്തെ ഭയമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്കുവഹിച്ചു. ക്രമസമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനം അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മറ്റൊരു മുഖമുദ്രയുമാണ്. തകർന്നു കിടന്ന റോഡുകൾ നന്നാക്കുകയും അതുപോലെ തന്നെ പുതിയ ഹൈവേകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഇതിലൂടെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ബീഹാറിൽ ഉണ്ടായത്. ഗ്രാമങ്ങളെ പ്രധാന റോഡുകളുമായി ബന്ധിപ്പിച്ചതും പാലങ്ങളുടെ നിർമ്മാണത്തിൽ വരുത്തിയ വേഗതയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീ സാക്ഷീകരണത്തിന് വേണ്ടി അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളും അന്താരാഷ്ട്ര തലത്തിൽ വരെ വളരെ ശ്രദ്ധ നേടിയവയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി ബൈസൈക്കിൾ യോജനയായിരുന്നു. ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾക്ക് സൈക്കിളുകൾ വാങ്ങാൻ പണം നൽകിയ ഈ പദ്ധതി ഗ്രാമീണ മേഖലകളിലെ പെൺകുട്ടികളുടെ സ്കൂൾ ഹാജർ നില ഗണ്യമായി ഉയർത്താനും അതുപോലെ തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സഹായിച്ചിട്ടുണ്ട്. കൂടാതെ പഞ്ചായത്ത് നഗരസഭ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയതിലൂടെ പ്രാദേശിക ഭരണത്തിൽ സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യവും ഉറപ്പാക്കാൻ സാധിച്ചു. സർക്കാർ ജോലികളിലും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപക നിയമങ്ങൾ കാര്യക്ഷമമാക്കുകയും സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഭരണകാലത്തിലുണ്ടായ മാറ്റങ്ങൾ തന്നെയാണ്. ബീഹാറിൽ പൊതുവെ കുറവായിരുന്ന വൈദ്യുതി ലഭ്യത മെച്ചപ്പെടുത്താൻ അദ്ദേഹം വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഗ്രാമങ്ങളിൽ പോലും വൈദ്യുതി എത്തിക്കുകയും ദിവസേനയുള്ള വൈദ്യുതി വിതരണം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് ബീഹാറിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിച്ചു. 2016 അദ്ദേഹം നടപ്പിലാക്കിയ മദ്യ നിരോധനം ഇപ്പോഴും വലിയ വാർത്താ പ്രാധാന്യമുള്ളതാണ്. ലിക്വർ പ്രൊഹിബിഷൻ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും സാമൂഹിക മാറ്റങ്ങൾക്കുമാണ് ബീഹാറിൽ കാരണമായിരിക്കുന്നത്. സ്ത്രീകളുടെ ആവശ്യപ്രകാരം നടപ്പിലാക്കിയ ഈ നയം സംസ്ഥാനത്തിന്റെ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഈ വികസനപരമായ നേട്ടങ്ങൾ നിതീഷ് കുമാറിനെ ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു അനിഷേധ്യ നേതാവായി നിലനിർത്താൻ സഹായിച്ചു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. താൻ ആരുമായി സഖ്യം ചേർന്നാലും തന്റെ പ്രധാന ശ്രദ്ധ ഭരണപരമായ കാര്യക്ഷമതയിലും സംസ്ഥാനത്തിന്റെ വികസനത്തിലുമായിരിക്കണമെന്ന നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ നിർബന്ധത്തിൽ ജനങ്ങൾക്ക് വിശ്വാസവുമുണ്ട്. ഈ ഭരണ മികവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സഖ്യമാറ്റങ്ങൾക്കിടയിലും ബീഹാർ ജനതയുടെ ഒരു വിഭാഗത്തിനിടയിൽ അദ്ദേഹത്തിന് ഇപ്പോഴും ശക്തമായ പിന്തുണ നിലനിർത്താൻ സാധിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും തന്ത്രശാലിയായ നേതാക്കളിൽ ഒരാളാണ് നിതീഷ് കുമാർ എന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അടിവരയിടുന്നുണ്ട്. 10ാം തവണയും മുഖ്യമന്ത്രി പദവിയിൽ എത്തിയതിലൂടെ തന്റെ രാഷ്ട്രീയ പ്രസക്തിയെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നു. JP പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തേക്ക് വന്ന ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ നിന്ന് സുശാസൻ ബാബു എന്നറിയപ്പെടുന്ന മികച്ച ഭരണാധികാരിയായി അദ്ദേഹം വളർന്നു വന്നു. ക്രമസമാധാനം, അടിസ്ഥാന സൗകര്യ വികസനം, സ്ത്രീ ശാക്തീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിലൂടെ അദ്ദേഹം ബീഹാറിന് ഒരു പുതിയ മുഖമാണ് നൽകിയത്. നിരന്തരമായ സഖ്യമാറ്റങ്ങൾ, അതായത് BJPയിലേക്കും RJDയിലേക്കും തിരിച്ചുമുള്ള യാത്രകൾ വിമർശിക്കപ്പെടുന്നുണ്ട് എങ്കിലും അധികാരം തന്റെ കൈകളിൽ നിന്ന് വിട്ടുപോകാതെ സൂക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് അദ്ദേഹത്തെ ചാണക്യൻ എന്ന വിശേഷണത്തിന് അർഹനാക്കുന്നത്. ബീഹാറിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ അനിവാര്യമായ ഒരു ശക്തിയായി നിലകൊള്ളുന്ന നിതീഷ് കുമാർ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അധികാരത്തിന്റെ തന്ത്രപരമായ ഉപഭോഗത്തിന് ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ്.